ശ്യാമ എഴുന്നേറ്റോ? അതിന് അവൾ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? അവക്ക് ചായ കൊടുത്തു. വേണ്ടെന്ന് പറഞ്ഞു. അമ്മയെ ചായ ഇങ്ങനെ. ശ്യാമേ, ഈ ചായ കുടിക്കും. എടി പെണ്ണെ, എണീക്കാൻ. കല്യാണപ്രായമായ സ്വന്തം പെങ്ങൾ ഒരു അന്യപുരുഷന്റെ കൂടെ, അത് ഓപ്പൺ എയറിൽ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുനടപ്പാ. അതൊരു സഹോദരന്റെ കടമയല്ലേ? ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ, നീ വേണേ 2 അടി തിരിച്ചടിച്ചു. ദാ, ആദ്യമേ ചായ കുടിക്ക്, അത് കഴിഞ്ഞ് അടി. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാൻ. ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു. ആ അമ്മേ, ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഇനി അളിയന്റെ പടത്തിൽ ഞാനൊരു വിലസും. ശ്യാമേ, നീ കൂടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ മോനെ, നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഒന്ന് ക്ഷമ പറഞ്ഞേക്ക്. പാവം, അവനാകെ അപ്സെറ്റ് ആയി കാണും. അല്ലമ്മേ, വിശ്വനെ ഫേസ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചമ്മല്. ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ. പിറ്റേ ദിവസം തന്നെ കല്യാണാലോചനയായിട്ട് ചെല്ലുകയെന്ന് പറഞ്ഞ. നീ എന്തിനാ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ പോയത്? അത് ശരി. പുന്നാരമോക്ക് പ്രേം വന്നപ്പോ അച്ഛനും അമ്മയും സപ്പോർട്ട്. ബാക്കിയുള്ളവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണിനെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കി വാശിക്കായിരുന്നു അച്ഛനും അമ്മയെ അടി. മതി, നിന്റെ ഈ തമാശയൊക്കെ ഒന്ന് കള. നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോര്. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഉത്സവത്തിന് പോകാം. ഓ, Because you love me. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യത്തക്ക പക്വതയും എനിക്കില്ല. അത് വിശ്വന് ഇന്നലെ തന്നെ മനസ്സിലായി കാണുമല്ലോ. ശ്യാമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴാ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കുന്ന ഒരാൾ കഴിഞ്ഞതെല്ലാം മറന്ന് അവളും അയാളെ സ്നേഹിക്കാൻ തയ്യാറാവുക. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ ഇന്നലെ അതും ഇതുമൊക്കെ പറഞ്ഞുവെന്ന് വെച്ച് അതൊന്നും മനസ്സിൽ വെക്കരുത്. എന്നോട് ക്ഷമിക്കൂ വിശ്വ. ചന്ദ്രൻ, നിങ്ങളൊക്കെ ഇപ്പോഴാണ് എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. കുറെയൊക്കെ എന്റെ കുറ്റമാണെന്നറിയാം. എന്നാലും എന്റെ മനസ്സിൽ നല്ലതെന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയവളാണ് ശ്യാമ. ഞാൻ ആരാണെന്നറിയാതെ മറ്റെന്തെങ്കിലുമൊക്കെ ശ്യാമ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്കും ആളെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ശ്യാമയെ സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല ചന്ദ്ര. ഞാൻ പറയുന്നതെല്ലാം ചന്ദ്രൻ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറയാനുള്ള ശക്തിയും. തുറന്നു പറയണ്ടടാ, അല്ലാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. കാരണം നിന്റെ പ്രായം തന്നെയാണ് എനിക്കും. കാണാൻ കൊള്ളാവുന്ന കൊച്ചു പെമ്പിള്ളേരെ കണ്ടാൽ എന്റെയും നിന്റെയും മനസ്സ് എവിടെ പോകുമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരു ഭാര്യയല്ലടാ നിനക്ക് ആവശ്യം. കഥ എഴുതാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ആ ബോറടി മാറ്റാൻ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ പെങ്ങളാണോടാ. അവളെ ചതിച്ച നിന്നെ ഞാൻ ഈ നിമിഷം. ഞാനത് ചെയ്യുന്നില്ല. കാരണം ആ വാർത്ത അറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ
എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. ഇന്ന് തന്നെ നീ ഇവിടം വിട്ടു പോകണം. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഇവിടെ കാണാനിടയായാൽ എന്റെ ഈ നിയന്ത്രണം തെറ്റിപ്പോയെന്ന് വരും. എന്റെ പ്രാർത്ഥനയും നേർച്ചയും എല്ലാം വെറുതെ ആയിപ്പോയല്ലോ. എന്റെ ഈശ്വര, ശ്യാമ ഇതറിഞ്ഞാൽ. അമ്മ, അവൻ സിനിമാക്കാരനാ. അവനെ കാണുന്നെല്ലാം വെറും സിനിമയാ. കഥ എഴുതാൻ ഒരു ബംഗ്ലാവും പകർത്തി എഴുതാനും ശുശ്രൂഷിക്കാനും സുന്ദരിയായ ഒരു പെൺകുട്ടിയും. അവൾ എന്തിനും തയ്യാറാണെന്ന് കൂടി അറിയുമ്പോ ചന്ദ്ര, നാണം കെട്ടതൊക്കെ ഞാനാ. അതിലെനിക്ക് വിഷമമില്ല. അവക്ക് വേണ്ടി ഇനിയും 100 പ്രാവശ്യം ഞാൻ നാണം കെടാം. പക്ഷേ എന്റെ പൊന്നു മോനെ, ഒന്ന് പതുക്കെ പറ. അവളെങ്ങാനും വന്നിത് കേട്ടാൽ. എന്റെ പൊന്നുമോളെ, നീ. ചന്ദ്രേട്ടൻ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ചോളൂ. എനിക്കറിയാം വിശ്വേട്ടൻ ഇന്ന് പോവും. പോകുന്നതിന് മുമ്പ് എനിക്കൊന്നുകൂടെ കാണണം. നിങ്ങൾ ആരും എന്നെ തടയരുത്. വിശ്വേട്ടൻ സാറ് ഇവിടം വിട്ട് പോവുക. എന്ത് പറ്റി കുഞ്ഞെ സാറ് ഇവിടുന്ന് എത്ര പെട്ടെന്ന് പോകാൻ? വിശ്വേട്ടൻ എവിടെ? അകത്തുണ്ട്. വിശ്വേട്ടാ, പോവാണല്ലേ? പോയാൽ ഇനി മടങ്ങി വരില്ലെന്ന് എനിക്കറിയാം. വന്നാലും തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? കുറ്റപ്പെടുത്താനും പരാതി പറയാനൊന്നുമല്ല ഞാൻ വന്നത്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചന്ദ്രേട്ടൻ അതും എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ശ്യാമേ, വേണ്ട, ഒന്നും പറയണ്ട. അതുകൂടെ സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. ശ്യാമേ നിൽക്കൂ. എന്നോട് എന്തിന് ഇത്ര ക്രൂരത കാണിക്കുന്ന വിഷയട്ടോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ വെറും ഒരു ഫ്രണ്ട് ആണല്ലേ? എന്തിനിങ്ങനെ സ്വന്തം മനസാക്ഷി വഞ്ചിക്കുന്നു? ശരിയാ, നിന്നോട് അടുക്കാൻ തുടങ്ങിയത് മുതൽ, നീ ആരാണെന്നറിഞ്ഞത് മുതൽ ഞാൻ എന്റെ മനസാക്ഷി വഞ്ചിക്കുകയായിരുന്നു. നിന്നെ അകറ്റി നിർത്താൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. സത്യമെല്ലാം നിന്നോട് തുറന്നു പറയാൻ പലവട്ടം ഞാൻ ആലോചിച്ചതാണ്. ധൈര്യം വന്നില്ല. ഞാനൊരു സ്വാർത്ഥനായിരുന്നു. എ സെൽഫിഷ് ബാസ്റ്റർഡ്. എനിക്ക് അർഹതയില്ലാത്ത നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എനിക്കറിയാം, എനിക്കിനി ഒരു ജീവിതമില്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും നിന്റെ ഓർമ്മകൾ എന്നെ പിന്തുടരും. എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ശ്യാമേ. ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെട്ടു.
അരുത് ശ്യാമേ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയാം. എന്റെ പൂർത്തിയാകാതെ പോയ പ്രേമ കവിതകൾ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം ഞാനിന്ന് വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. ഇന്നെങ്ങനെ വർക്കൊല്ലോ നടന്നോ? ഒന്ന് തുടങ്ങി വെച്ചു. ദൈവത്തെ ഓർത്ത് താനൊന്ന് വേഗം റെഡിയാകും. നമുക്ക് പുറത്തേതെങ്കിലും ഹോട്ടലിൽ പോയി ചാപ്പാടിക്കാം. ഹോട്ടലോ? അയ്യോ വേണ്ട, എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയാ മതി. എന്റെ മെനു എന്തൊക്കെയാണെന്ന് അറിയാമോ? അറിയാതെ. തൈര്, പപ്പടം, ചമ്മന്തി, അല്ലെങ്കിൽ ചപ്പാത്തിയും പരിപ്പും. എന്റെ പൊന്നു സുഹൃത്തെ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിക്കാം. താനൊന്ന് റെഡിയാകും. അങ്ങനെ ഇപ്പൊ വേണ്ട, ഇന്ന് ഇവിടുന്ന് കഴിച്ചാ മതി. അരമണിക്കൂറിനകം ഞാൻ എല്ലാം റെഡിയാക്കാം. ജോലിക്കാരും വീട്ടിലില്ലാതിരുന്നതിനാൽ പുറത്തേതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാമെന്ന് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാണ്. അവളത് സമ്മതിക്കാതെ ആഹാരം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. പിന്നീട് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും ഗ്യാസ് സിലിണ്ടർ പൊട്ടി രക്തത്തിൽ കുളിച്ചു കിടന്ന ലക്ഷ്മിയാണ് ഞാൻ കണ്ടത്. ഞാൻ തന്നെ അവളെ കാറിലെടുത്ത് കിടത്തി ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഹരിയെ വേണമെങ്കിൽ അന്ന് എനിക്ക് രക്ഷിക്കാമായിരുന്നു. ഞാനതിന് ഒരുങ്ങിയതാ. പക്ഷേ തളർന്നു കിടക്കുന്ന എന്റെ ലക്ഷ്മിയുടെ മുഖം കണ്ടപ്പോ പിന്നീടൊന്നും ആലോചിക്കാനുള്ള ശക്തി എനിക്കുണ്ടായില്ല. ഒരു ഭ്രാന്തനെ പോലെയാണ് പിന്നെ ഞാൻ കാറോടിച്ചത്. പക്ഷേ ഫലമുണ്ടായില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും എന്റെ ലക്ഷ്മി. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. നിന്റെ ഹരിയെ കൊന്നത് ഞാനാണ്, മനഃപൂർവ്വം അല്ലെങ്കിലും. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ മറച്ചു വയ്ക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. നിന്റെ ജീവിതം തകർത്തവനാണ് ഞാൻ. പറയൂ ശ്യാമേ, ഇനിയും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? മോളെ, എന്തു പറ്റി മോളെ?
കാര്യം എന്താണെന്ന് പറ മോളെ. പറയടി, അവൻ നിന്നെ വല്ല ഉപദ്രവിച്ചോ? പറയാൻ. അയാളാണ് ഹരിയെ. ചന്ദ്ര, എവിടെയാ അവൻ? സാറ് പോയി. എപ്പം? ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അമ്പലത്തിന്റെ അടുത്ത് വരെ എത്താനുള്ള സമയമായിട്ടുള്ളൂ. നീ രക്ഷപ്പെട്ടു എന്ന് കരുതി അല്ലടാ. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾ. എനിക്കൊന്നും കേൾക്കണ്ടടാ. ചന്ദ്ര പ്ലീസ്, ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കരുത്. നമുക്ക് സംസാരിക്കാം. ഞാൻ എവിടെ വേണമെങ്കിലും വരാം. പ്ലീസ്. ഇവനാണല്ലോ നമ്മുടെ ഹരിയെ കൊന്നത്.
ചേട്ടാ ശ്യാമേ